ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരും ദൈവത്തെ അറിഞ്ഞും അനുസരിച്ചും ജീവിക്കാൻ ദൃഢനിശ്ചയത്തോടെ മുന്നോട്ടിറങ്ങിയവരുമായ എന്നെ കേൾക്കുന്ന ഏറ്റവും നല്ലവരായ പ്രിയപ്പെട്ടവരെ, അനുഗ്രഹീതമായിരിക്കുന്ന ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. സന്തോഷമുള്ള ഈ സുദിനത്തിൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ ഒരിക്കൽ കൂടി നിങ്ങൾ ആത്മാർത്ഥത കാണിക്കുന്നതിന് സർവകൃപാലുവായ ദൈവത്തിൻ്റെ എല്ലാ നന്മകളും കൃപകളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേലുണ്ടാകട്ടെ. വചനം കേൾക്കുന്നവർക്ക് വേദപുസ്തകം പറയപ്പെട്ടിരിക്കുന്ന സകല അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്കെൻ്റെ വിനീതമായ വന്ദനം അറിയിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന നമ്മുടെ മഹാദൈവത്തിൻ്റെ തിരുമുമ്പാകെ സന്തോഷത്തോടെ ദൈവത്തെ പുകഴ്ത്തി മഹത്വപ്പെടുത്തി വാഴ്ത്തിക്കൊണ്ട് ഇന്ന് നാം ഒന്നിച്ച് ചിന്തിച്ച് ദൈവസന്നിധിയിൽ ധന്യരാകാൻ, ബലപ്പെടാൻ, ചിന്തകൾ ദൈവത്തിങ്കിൽ ഏകാഗ്രമാക്കാൻ വേണ്ടി ദൈവം നമുക്ക് തരുന്ന ആത്മീക ദൂതിന് ആധാരമായിരിക്കുന്ന വേദവാക്യം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 29-ാം വാക്യമാണ്. വിശുദ്ധ മർക്കോസ് 9:29 ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ്. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകയില്ല എന്ന് യേശു പറഞ്ഞു. ഒന്നോടെ ആവർത്തിക്കാം. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് യേശു പറഞ്ഞു. സംഭവത്തിൻ്റെ പശ്ചാത്തലം, യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ അപസ്മാര രോഗം പിടിപെട്ട, ഫിക്സ് പിടിപെട്ട ഒരു മകനുമായിട്ടൊരു അപ്പൻ വന്ന രംഗമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ വന്ന് ഈ വിവരം പറയുകയും യേശുവിൻ്റെ ശിഷ്യന്മാർ ഈ രോഗത്തിന് ശമനം വരേണ്ടതിന് അവരുടെ അറിവനുസരിച്ച് ആ മകൻ്റെ മേൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ അശുദ്ധാത്മാവ് അല്ലെങ്കിൽ ആ രോഗം അവനെ വിട്ട് മാറിയില്ല. ഈ സമയത്താണ് കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥന കഴിഞ്ഞ് മടങ്ങി വരുന്നത് കണ്ട അപ്പൻ ഓടിച്ചെന്ന് കാൽക്കൽ വീണ്, ഗുരോ, എൻ്റെ മകന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, നിൻ്റെ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നിട്ട് ഒന്നും ശരിയായില്ല എന്ന് പറഞ്ഞ് കർത്താവ് അവനെ അങ്ങ് ഏറ്റെടുക്കുക. യേശു അവനെ പരിഹാരം വരുത്തുന്നു. ആ ഭാഗമൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അവനിൽ ഒരു അശുദ്ധാത്മാവ് ഉണ്ടായിരുന്നെന്നും അശുദ്ധാത്മാവാണ് ഇവനെ ഈ ചന്ദ്രരോഗം അല്ലെങ്കിൽ അപസ്മാര രോഗം ഉളവാക്കിയതെന്നും ഒക്കെ ബോധ്യപ്പെടുന്നൊരു രംഗമാണ് അവിടെ സംഭവിച്ചത്. യേശു ആ ദുരാത്മാവിനെ ശാസിച്ചു. അപ്പോൾ അവൻ താഴെ വീണു, വായിൽ നിന്ന് നൊരയും പതയൊക്കെ വന്നു. എന്താണെങ്കിലും ആ താഴെ വീണോടുകൂടെ ഇവനിൽ വ്യാപരിച്ചിരുന്ന, ഇവനെ രോഗിയാക്കിയ, ഇവനെ ഫിക്സ് വരുത്തിക്കൊണ്ടിരുന്ന ആ ഭയങ്കരമായിരിക്കുന്ന ദുഷ്ടാത്മശക്തി അവനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ, വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചതാണ്, ഞങ്ങൾക്കെന്തുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ടും ശാസിച്ചിട്ടൊന്നും ആ ദുഷ്ടാത്മാവ് വിട്ടുപോകാതിരുന്നത്? അതിന് യേശുക്രിസ്തു ശാന്തമായും സൗമ്യനായും തൻ്റെ ശിക്ഷഗണങ്ങളെ ബോധവൽക്കരിച്ചുകൊണ്ട് പറഞ്ഞ മറുപടിയുടെ ഒരു ഭാഗമാണ് ഇന്ന് നമ്മൾ ഇവിടെ വായിച്ചത്. യേശു പറഞ്ഞു, ശരിയാണ്, നിങ്ങളും ഇതുപോലെയൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തു, പക്ഷേ അതുകൊണ്ട് മാത്രം കാര്യമായില്ല. യേശു അതിന് തക്കതായ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്. ഞാൻ ഒന്നോടെ പറയാം. പ്രാർത്ഥനയാൽ അല്ലാതെ ഈ ജാതി ഒന്നിനാലും ഇവിടെ ഈ ജാതി എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് അത് ദുരാത്മാവിൻ്റെ കൂട്ടത്തെയാണ്. അശുദ്ധാത്മാവിൻ്റെ, മനുഷ്യനെ തകർക്കുന്ന, മനുഷ്യനെ നിരാശനാക്കുന്ന, മനുഷ്യത്വം നശിപ്പിക്കുന്ന, മനുഷ്യനെ രോഗിയാക്കുന്ന, മനുഷ്യനെ ക്രൂരനാക്കുന്ന, മനുഷ്യനെ ശത്രുവാക്കുന്ന, മനുഷ്യനെ മനുഷ്യനല്ലാതെയാക്കി മാറ്റുന്ന, മൃഗത്തെപ്പോലെ ഇടപെടുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന, വെറുതെ ഇല്ലാക്കഥകൾ ഉണ്ടാക്കി വെറുതെ സമയം മെനക്കെടുത്തി വേറൊരുത്തിൻ്റെ സ്വസ്ഥത കെടുത്തുന്ന, മറ്റൊരുത്തിൻ്റെ കുടുംബത്തിൽ കൈയിടുന്ന ആവിധ പ്രവണതകൾ ഉളവാക്കി ഇങ്ങനെ ഈ നൊമ്പരങ്ങൾ മനുഷ്യജീവിതത്തിന് സമ്മാനിക്കാൻ വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ദുഷ്ടാത്മശക്തികൾ ഈ ലോകത്തിലുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. വേദപുസ്തകമാണ് അത് ഏറ്റവും അധികം മനുഷ്യന് ബോധ്യമാക്കി തരുന്നത്. നിങ്ങളെ വേദപുസ്തകത്തിലെ വാക്കുകൾ എടുത്ത് നിങ്ങളോട് ഞാൻ ബോധവൽക്കരണം നടത്തുന്നു, ഇങ്ങനൊരു അവസരം പറയാൻ തന്നതുകൊണ്ട് ഈ ലോകത്തിൽ മനുഷ്യൻ മാത്രമല്ല ഉള്ളത്, നമ്മുടെ സൗകര്യങ്ങൾ മാത്രമല്ല ഉള്ളത്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മനുഷ്യകുലത്തെ മുഴുവൻ നശിപ്പിച്ച് കളയുന്ന അന്ധകാരത്തിൻ്റെ ശക്തികൾ, ദുർഭൂതങ്ങൾ, ദുരാത്മാക്കൾ ഉണ്ടെന്നുള്ള കാര്യം മറക്കരുത്. അത് രോഗം വരുത്താം, നിരാശ വരുത്താം, തകർച്ച വരുത്താം, കടഭാരം വരുത്താം, എല്ലാ തകർച്ചയിലേക്കും കൊണ്ടുപോയി രക്ഷയില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആത്മഹത്യയിൽ വരെ കൊണ്ടെത്തിക്കാവുന്ന രീതിയിൽ അങ്ങനെ ഒരു പ്രവണത ഉളവാക്കാൻ
ഉതകുന്നതാണ് അശുദ്ധാത്മ വ്യാപാര ശക്തികൾ എന്നുള്ള കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കുക. ഇങ്ങനെയൊരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നത്തിൽ നിന്ന് ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നതിനെക്കുറിച്ച് കൂടി വിശുദ്ധ ബൈബിളിൽ കർത്താവ് പറഞ്ഞു. അതിന് പറഞ്ഞ വാക്കിതാണ്, പ്രാർത്ഥനയാലല്ലാതെ ഒന്നിനാലും എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താ? ഈ സംഭവം വേറെ ഒന്നിനാലും എത്രയോ പേര് ബാധ ഇറക്കാൻ, ദുരാത്മാവ് വരാതിരിപ്പാൻ, ഞങ്ങളൊക്കെ അറിയായ്മയുടെ കാലത്ത് ഒരുപാട് സ്ഥലത്ത് പോയിട്ട് ആരൊക്കെയോ പറഞ്ഞു ഈ വീടിനകത്ത് കിടക്കാൻ കൊള്ളത്തില്ല, ശരിയായിരുന്നു, എന്നും ചൊറിയും ചുണങ്ങും പേനും ഒരു ഉയർച്ചയില്ലാത്ത സ്ഥിതിയൊക്കെ ആയിട്ട് ഒരു ഐശ്വര്യക്കേട്, എന്തൊക്കെ ചെയ്താലും ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ രോഗിയായി മാറുന്ന സ്ഥിതി, ഇതൊക്കെ ഉള്ളതാണ്, സത്യമാണ്. എന്നും ഒരു സമാധാനക്കേട്, ഒരൈശ്വര്യമില്ല, എത്ര രൂപയും കൊണ്ട് വന്നാലും തികയല്ല, ഒരു കാര്യമില്ല, ഇങ്ങനെ ചുമ്മാ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക്, എല്ലാ വിധത്തിലും ചില വീട്, ചില സ്ഥലം, ചില സന്ദർഭങ്ങൾ ഒക്കെ എന്ന് പറയുന്നത് അതുപോലെ എന്ത് ചെയ്താലും രക്ഷപ്പെടാത്ത രീതിയിൽ ഒതുങ്ങിപ്പോകുന്ന നിലവാരമുള്ളതാണ്. അപ്പം ആ സമയത്തൊക്കെ പല കാര്യങ്ങൾ ഇതിന് പരിഹാരമായിട്ട് മതങ്ങൾ, സമുദായങ്ങൾ, മന്ത്രവാദങ്ങളൊക്കെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ യേശുക്രിസ്തു എന്ന അഖിലാണ്ട സൃഷ്ടാവായിരിക്കുന്ന ദൈവം ദുരാത്മാക്കളെയും ദുർഭൂതങ്ങളെയും നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുള്ള അറിയാവുന്ന കർത്താവ് പറഞ്ഞു, ഈ ടൈപ്പ് സംഭവങ്ങൾ അഥവാ ഒരു ദുഷ്ടശക്തിയും ദുരാത്മാവുമാണ് നിങ്ങൾക്കെതിരെ ഇപ്പോൾ പ്രവർത്തിക്കുന്നതെങ്കിൽ അത് വിട്ടുപോകണമെങ്കിൽ, അങ്ങനെയല്ലേ അവിടെ എഴുതിയിരിക്കുന്നത്, ഇത് ഇവിടെ നിന്ന് പുറപ്പെട്ടു പോകണമെങ്കിൽ നിങ്ങളുടെ പ്രോപ്പർട്ടി, നിങ്ങളുടെ ശരീരം, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ കുടുംബം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ വ്യാപാരം ഇതിനകത്ത് ചുറ്റിപ്പറ്റി ഈച്ച ഇരിക്കുന്നത് പോലെ ഇരിക്കാതെ ഇത് പുറപ്പെട്ടു പോകണമെങ്കിൽ പ്രാർത്ഥനയാലല്ലാതെ വേറൊന്നിനാലും നടക്കുകയില്ല. പ്രാർത്ഥനയുടെ ഒരു അപാര സാധ്യത ഈ വാക്കിനകത്ത് പറയുന്നില്ലേ? വിവിധ തരം പ്രാർത്ഥനകൾ വിശുദ്ധ ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവർ വിടുവിക്കപ്പെടാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ, നമ്മുടെ സമാധാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനകൾ, നമ്മളെ തന്നെ പണിതെടുക്കാനുള്ള പ്രാർത്ഥനകൾ, ഇങ്ങനെ ഒരുപാട് തരം പ്രാർത്ഥനകൾ വേദപുസ്തകത്തിനകത്തുണ്ട്. അതിൽ ഈ പ്രാർത്ഥന ദുഷ്ടാത്മാവും ദുരാത്മാക്കളും നമ്മളിൽ നിന്ന് അകന്ന് മാറി ആ ദേശത്ത് നിൽക്കാതെ, ആ നാട്ടിൽ നിൽക്കാതെ, അതെല്ലാം പുറപ്പെട്ടു പോകണം, നാട് വിട്ടു പോകണം, വീട് വിട്ടു പോകണം, മക്കളെ വിട്ടു പോകണം, ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോകണം. അതിന് വെറും പ്രാർത്ഥനയല്ല, നിരന്തരമായ പ്രാർത്ഥനയാൽ അത് സാധിക്കും എന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് ചിന്തകൾ ഈ കൊച്ചു സമയം കൊണ്ട് ഞാൻ ഈ മീഡിയയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങളെ ഇന്ന് പ്രേരിപ്പിക്കുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന വിഷയം എത്ര സാത്താൻ്റെ ഭാഗത്തു നിന്ന് ഉളവാക്കുന്നതാണെങ്കിലും അത് പ്രാർത്ഥനയാൽ പരിഹരിക്കപ്പെടുമെന്നുള്ള കാര്യം, പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ സാധ്യത വിശ്വസിക്കണം. പ്രാർത്ഥനയാൽ, ആരുടെ പ്രാർത്ഥനയാൽ? ആര് പ്രാർത്ഥിക്കുന്നു അവരുടെ പ്രാർത്ഥനയാൽ ഒരുപാട് കാര്യങ്ങൾക്ക് മാറ്റം വരും. നമുക്ക് വേണ്ടാത്തത്, നമ്മളെ നശിപ്പിക്കുന്നത്, നമ്മളെ തകർക്കുന്നത്, നമുക്ക് ദോഷം വരുത്തുന്നത് അത് തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞിട്ട് അതിനോട് ഒരു കാരണവശാലും കോംപ്രമൈസിന് പോകരുത്, വേറെ ഒന്നിനാലും എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോളണം. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചാൽ ചില വിഷയങ്ങൾ വിട്ടുമാറും, ചില പ്രശ്നങ്ങൾ നിങ്ങളെ വിട്ടു മാറി നിൽക്കും, സ്വതന്ത്രരാകും. രോഗങ്ങൾ പോലും അതിൻ്റെ പുറകിൽ ചിലപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ ദുരാത്മാവിൻ്റെ സ്വാധീനം കണ്ടേക്കാം. എല്ലാറ്റിൽ നിന്നുമുള്ള മോചനത്തിന് നമുക്ക് പ്രാർത്ഥന, അരുമനാഥൻ പറഞ്ഞ വാക്കനുസരിച്ച് തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു. ഈ മെയ് മാസത്തിൽ എല്ലാ ദിവസവും ഒരല്പാൽപ്പ സമയം മാറ്റിവെച്ച് തുടർമാനമായിട്ട് പ്രാർത്ഥിച്ചു നോക്കിയേ. അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളിൽ ഒരു അപാര വ്യക്തിത്വവും ശക്തിയും വെളിപ്പെടും. അത് നിമിത്തം പല ദുഷ്ടശക്തികളും വിട്ടുപോയിക്കോളും, പുറപ്പെട്ടു പൊക്കോളും, നിൽക്കത്തില്ല. എന്നും പ്രാർത്ഥിക്കുന്ന, എപ്പോഴും പ്രാർത്ഥിക്കുന്ന, പ്രാർത്ഥനയ്ക്ക് വില കൊടുക്കുന്ന, പ്രാർത്ഥിച്ച് തന്നെത്താൻ മൂർച്ച ഉള്ളവനാക്കി മാറ്റാൻ സമർപ്പിതനായിരിക്കുന്ന ഒരു ദൈവപൈതൽ, അവനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ അടുക്കൽ പോലും ഈ വക ശക്തികൾ നിൽക്കത്തില്ല, വിട്ടുപൊക്കോളും. നമുക്കത് കാണാൻ കാത്തിരിക്കാം. മെയ് മാസത്തിൽ നമുക്ക് വേണ്ടാത്ത, നമ്മെ നശിപ്പിക്കുന്ന, നമ്മുടെ കുടുംബത്തിന് ദോഷം വരുത്തുന്ന, നമ്മുടെ ആത്മീയതയ്ക്ക് കോട്ടം വരുത്തുന്ന, മുറുകെ പറ്റി നിൽക്കുന്ന ചില വിഷയങ്ങൾ ഈ മാസം തുടർമാനമായി പ്രാർത്ഥിക്കുക. നമ്മെ തന്നെ ബലപ്പെടുത്താൻ പ്രാർത്ഥിക്കുക. പല വിഷയങ്ങളും നിങ്ങളുടെ പുറകെ നടന്ന് ഉപദ്രവിക്കുന്ന, നിങ്ങളെ തകർക്കാൻ വേണ്ടി പറ്റിക്കൂടി നിൽക്കുന്ന, ലക്ഷ്യം വെച്ചിരിക്കുന്നത് നിങ്ങളെ വിട്ട് പുറപ്പെട്ടു പൊക്കോളും. പ്രാർത്ഥിച്ചോ, ദൈവം അത് ചെയ്യും.
ദൈവം അത് ചെയ്യും. പ്രത്യേക സമയം വേർതിരിച്ച് പ്രാർത്ഥിച്ചോ, ദൈവം അത് ചെയ്യും. ഉറപ്പ് തരുന്നു ദൈവം. മെയ് മാസത്തിൽ ചില വിഷയങ്ങൾ, ചില ദുഷ്ടശക്തികൾ, ചില തകർച്ചകൾ, ചില സാമ്പത്തിക ക്ലേശങ്ങൾ ഉളവാക്കുന്ന വിഷയങ്ങൾ, നിരാശയും അപവാദവും ഉണ്ടാക്കുന്ന വിഷയങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പടി കിടന്ന് അകത്ത് വരുമെന്നല്ല, അത് എന്നേക്കുമായി വിട്ടുപോകുമെന്നാണ് കർത്താവ് ഇന്ന് പറയുന്നത്. വെറുതെ ഇരിക്കുമ്പോഴല്ല, ആരോടെങ്കിലും പ്രാർത്ഥിക്കാൻ പറയുമ്പോഴല്ല, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥനയുടെ തിരി തെളിയട്ടെ. പ്രത്യേക സമയം വേർതിരിച്ച് എന്നെ ശക്തീകരിക്കുക, എന്നെ ദൈവത്തിൽ ബലപ്പെടുത്ത്, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന പർവ്വതങ്ങൾ ഒഴിഞ്ഞു പോട്ടെ, വിഷയങ്ങൾ മാറിപ്പോട്ടെ എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പാദപീഠത്തിൽ നെടുമ്പാട് വീണ് പ്രാർത്ഥിച്ച് ബലപ്പെടുക. മെയ് മാസത്തിൽ പല വിഷയങ്ങൾ നമ്മെ വിട്ട് പുറപ്പെട്ടു പോയിക്കോളും. ഇനി വരികയല്ല. നമുക്കതിനായി പ്രാർത്ഥിക്കാം, യേശുവിൻ്റെ വാക്ക് സ്വീകരിക്കാം. നിങ്ങളതിനു വേണ്ടി ഒരുങ്ങണം. ഈ മാസം പലതും നമ്മെ വിട്ട് പുറപ്പെട്ടു പോകണം. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവിടത്തിൽ കാണുന്ന സത്യങ്ങളെ ഞങ്ങൾ ഉള്ളതുപോലെ വിശ്വസിക്കുന്നു, ഉൾക്കൊള്ളുന്നു. നാഥ, ഈ മാസം ഈ വചനം കേൾക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർ, അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന, അവരെ ഭാരപ്പെടുത്തുന്ന, അവരുടെ ആത്മീയതയെ ബാധിക്കുന്ന, അവരുടെ കുടുംബത്തെ പോലും ഉലയ്ക്കാൻ നോക്കുന്ന ചില വിഷയങ്ങൾ പുറപ്പെട്ടു പോട്ടെ. യേശു പറഞ്ഞു, പ്രാർത്ഥനയാലല്ലാതെ വേറെ ഒന്നിനാലും ഇല്ലപ്പ, വേറെ ഇനി ഒന്നുകൊണ്ടും ഞങ്ങൾ പരിഹാരമുണ്ടെന്ന് കരുതുന്നില്ല. പ്രാർത്ഥനയാൽ പുറപ്പെട്ടു പൊക്കോളും. ദൈവം അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ പിതാവേ. ആമേൻ.